ഹലോ, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വേജ്. നമ്മുടെ ശരിക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ് വീഡിയോ അല്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഒരു കമ്പാരിസൺ ആണ്. എന്റെ ഈ കയ്യിലിരിക്കുന്ന ഫോണ് ഇത് നമ്മുടെ 17 ആണ്. 17ന്റെ തന്നെ നമുക്ക് 256 ഇന്റേണൽ വരുന്ന വേർഷൻ ആണ് നമ്മുടെ ഉള്ളത്. അതുപോലെ നമ്മുടെ റൈറ്റ് ഹാൻഡിൽ നമ്മുടെ ഈ കയ്യിലിരിക്കുന്നത് നമ്മുടെ 17 Pro ആണ്. 256 സെയിം ഇന്റേണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. ഇതിന്റെ രണ്ടിന്റെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ രണ്ടും എടുത്തിട്ട് ഇപ്പൊ അത്യാവശ്യം 1-2 മാസം കഴിഞ്ഞു. 1-2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന്റെ റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു കമ്പാരിസൺ ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പൊ ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്, അവർക്ക് ഇതിനകത്ത് ഏതാണ് എടുക്കേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഇതിനകത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ പേഴ്സണലി ശരിക്കും സ്ട്രെയിറ്റ് ടു ദ ആൻസർ, എനിക്ക് ഇപ്പൊ ഒരു ഓപ്ഷൻ വരുവാണെങ്കിൽ ഞാൻ 17 എടുക്കുള്ളൂ. ഞാൻ 17 പ്രോയിലേക്ക് പോകത്തില്ല. ഞാൻ 17 എടുക്കത്തുള്ളൂ. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി 120 FPS റീഫ്രഷ് റേറ്റ് നമുക്ക് ഈ ഒരു 17 മോഡലിൽ വരുന്നുണ്ട്. 48 മെഗാ പിക്സലിന്റെ 2 ക്യാമറ വരുന്നുണ്ട്. നമ്മുടെ അത്യാവശ്യം പരിപാടികളൊക്കെ അതിനകത്ത് തന്നെ നടക്കും. നമുക്ക് ഇതിനകത്ത് ഒരു എക്സ്ട്രാ ക്യാമറ വരുന്നുണ്ട്, ശരിയാണ്. ബട്ട് സ്റ്റിൽ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിയ ഒരു ഡിഫറൻസ് ഒന്നും ഇതിനകത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. അതുപോലെ നമുക്ക് ഇതിനകത്ത് വേറൊരു ഡിഫറൻസ് ഇവർ പറയുന്നത്, നമുക്ക് ഇതിനകത്ത് ബാറ്ററി ഇതിന് ഒരു ഓൾമോസ്റ്റ് ഒരു 30 അവേഴ്സും ഇതിന് 33 അവേഴ്സും ആണ് പറയുന്നത്. അതാണെങ്കിലും വലിയൊരു ഡിഫറൻസോ കാര്യങ്ങളൊന്നും അതിനകത്തും വരുന്നില്ല. പിന്നെ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്തെ വേപ്പർ കൂളിംഗ് ചേംബർ നമുക്ക് ഈ ഒരു 17 പ്രോയിലേക്ക് വരുമ്പോഴത്തേനും വേപ്പർ കൂളിംഗ് ചേംബർ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ ഹീറ്റിംഗ് മാനേജ്മെന്റ് കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. ഇതിനകത്താണെങ്കിലും ഇത്രയും നാൾ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു ചാർജ് ചെയ്യുന്ന സമയത്തല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് ഭയങ്കരമായ ഒരു എന്താ പറയാ, ഇതിനകത്ത് ഹീറ്റിന്റെ ഇഷ്യൂ ഒന്നും ഞാൻ ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതും നമുക്കിപ്പോ ഒരു 17 പ്രോവും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു റേറ്റിന്റെ ഒരു $500 എന്നൊക്കെ പറയുമ്പോൾ 30 നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു $40,000 വ്യത്യാസമുണ്ട്. അപ്പൊ അത്രയും റേറ്റിന്റെ ഒരു ഡിഫറൻസിൽ നമുക്കിത് 17 പ്രോ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ആൻസർ നോ ആണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമന്റിൽ പറയാം. പിന്നെ നമുക്ക് ഇതിനകത്ത് മേജർ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്, നമുക്ക് ഇതിനകത്ത് ചിപ്സെറ്റിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. A19 A19 Pro ആണ് നമുക്ക് ഇതിനകത്ത് ചിപ്സെറ്റ് വരുന്നത്. ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷെ ഭയങ്കരമായ ഹ്യൂജ് ഡിഫറൻസ് ഒന്നും നമുക്ക് അങ്ങനെ ഒരു പേപ്പറിൽ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങനെ യൂസിൽ നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ട്, മീൻസ് ഭയങ്കര നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. അതല്ലാണ്ട് ഭയങ്കരമായ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് ആ ഒരു പൈസേന്റെ എനിക്കിതാണ് നമുക്കൊരു സാധാരണ ഒരാള്, അല്ലെങ്കിൽ സാധാരണ ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാനാണെങ്കിലും ഇതൊക്കെ തന്നെ നമുക്ക് ധാരാളം. നമുക്ക് ഇതിനകത്ത് വീഡിയോ എടുക്കാനാണെങ്കിലും നമുക്ക് 4K 60 FPS നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റും. 2 48 മെഗാ പിക്സലിന്റെ ക്യാമറ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്താണെങ്കിലും ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് 3 ക്യാമറ വരുന്നുണ്ട്. അതൊന്നും നമുക്ക് അങ്ങനെ ഒരു വീഡിയോയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഭയങ്കരമായ ഒരു ഡിഫറൻസ് എനിക്ക് പേഴ്സണലി എനിക്ക് അതിന്റെ ആവശ്യം, മീൻസ് അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. അതല്ലാണ്ട് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇതിന്റെ വെയിറ്റ് കുറവാണ്. ഈ ഒരു 17 മോഡലിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് വെയിറ്റ് കുറവാണ് കമ്പയറിംഗ് വിത്ത് 17 പ്രോയിലേക്ക് വരുമ്പോഴത്തേനും. സ്ക്രീൻ സൈസ് സെയിം ആണ്, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. നമ്മൾ ഈ സ്ക്രീനും അതുപോലെ ഇതിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ബട്ട് സ്റ്റിൽ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ബാറ്ററിന്റെ ഒരു ചെറിയൊരു കൂടുതൽ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ഇച്ചിരി കുറവാണ്. ബട്ട് സ്റ്റിൽ അതിനകത്താണെങ്കിലും വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. നമുക്കൊരു സൈഡ് ടു സൈഡ് കമ്പാരിസൺ വെക്കാനാണെങ്കിൽ നമുക്ക് ഇതുണ്ടോ, നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് വോളിയം റോക്കേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ആ മ്യൂട്ട് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. മേളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു 17 പ്രോയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് ആ ഒരു ആന്റിന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും അതൊന്നും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള, നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ആ ഒരു ലോക്ക് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ക്യാമറേന്റെ ബട്ടൺ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാനുള്ള ആ ബട്ടൺ നമുക്ക് താഴോട്ട് വരുന്നുണ്ട്. താഴോട്ട് വരുവാണെങ്കിൽ 2 സൈഡിൽ നമുക്ക് സ്പീക്കർ ഗ്രില്ല് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നടുക്കായിട്ട് നമുക്ക് USB Type-Cന്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും അതിന്റെ ഒരു ഡിസൈനിലൊക്കെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്കിത് എന്താ പറയാ, കുറച്ചും കൂടെ ഒരു
ഇവിടെ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു ഫിനിഷിലാണ് നമുക്ക് ഇത് മൊത്തത്തിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. ഈ മേളിലൊക്കെ ആണെങ്കിൽ നമുക്കിത് ഈ ഒരു ബോഡീന്റെ ഇത് മൊത്തത്തിൽ ഒരു സിംഗിൾ ഫ്രെയിം ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് വരുന്നതെങ്കിൽ ഇത് സിംഗിൾ ഫ്രെയിം ആയിട്ടല്ല നമുക്ക് എന്താ പറയുക ഇതിന്റെ ബോഡി വരുന്നത്. അതൊക്കെയാണ് ഇതിന്റെ ഒരു എന്താ പറയുക ഡിഫറൻസ് എന്ന് പറയാം. അതല്ലാണ്ട് ഭയങ്കരമായ ഡിഫറൻസ് ഒന്നും നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് പിന്നെ ഈ ഒരു ക്യാമറ ബമ്പിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ 2 ക്യാമറ വരുന്നുണ്ട്, ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേനും 3 ക്യാമറ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഡാ സെൻസർ വരുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പോഴത്തേനും ലൈഡാ സെൻസർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേനും സെൻസർ ഇല്ല, ബട്ട് നമുക്ക് ഇതിനകത്ത് ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. ഇതൊന്നും നമുക്കൊരു കോമൺ മാനിന് അത് എത്രത്തോളം അഫക്ട് ചെയ്യുന്ന കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ ഒരു പെർസ്പെക്റ്റീവിലാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ എന്താ പറയാ, നമുക്കൊരു 17 Pro എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 17 Pro ആണെന്ന് തോന്നും. 17 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 17 ആണെന്ന് തോന്നത്തില്ല. അതാണ് ഒരു പ്രശ്നം. അതായത് ഇപ്പൊ നമുക്ക് ഇത് ഡിസൈൻ ചേഞ്ച് വന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ആ ഒരു ക്യാമറ ബമ്പൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതൊരു 17 Pro ആണെന്ന് തോന്നും. പക്ഷെ നമുക്കിത് നമ്മുടെ 16 അല്ലെങ്കിൽ 15 നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ കാര്യമായ ഡിസൈനിൽ ഡിഫറൻസ് വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പുതുമ നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോൾ കിട്ടത്തില്ല. അത് മാത്രമാണ് ഇതിനകത്ത് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. അതല്ലാണ്ട് ഭയങ്കരമായ ഡ്രോബാക്കുകളൊന്നും നമുക്ക് ഈ 17ലേക്കില്ല. വാല്യൂ ഫോർ മണി ആണ് എൻ്റെ ഒരു കൺസെപ്റ്റില്. അതുപോലെ നമ്മളിപ്പോ ഈ 17 Pro അല്ലെങ്കിൽ 17 Pro അതുപോലെ 17 Air ഈ ഒരു 17 സീരീസിൽ തന്നെ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ ഇതാണ്. കാരണം 17 Air എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് തിന്നർ ആണ്, അതിനകത്ത് ബാറ്ററി കുറവാണ്, അതിന്റെ ഒരു നെഗറ്റീവ് ആണ്. പക്ഷെ അതിന്റെ ഒരു പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും ഹയർ ആണ്. ഇതിന്റെയും അതായത് 17 Proന്റെയും 17ന്റെയും ഇടയ്ക്കാണ് അവർ പ്ലേസ് ചെയ്തേക്കുന്നത്. അതെനിക്ക് എത്രത്തോളം ഡൈജസ്റ്റ് ആയില്ല. ആ ഒരു പ്രൈസിങ് അവർ കുറച്ചും കൂടെ താത്തുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് അതൊരു അപ്പീലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയേനെ. പക്ഷെ ആ ഒരു പ്രൈസിങ് അത്രത്തോളം ഒരു നല്ലൊരു പ്രൈസിങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിനി എന്തായാലും ഇതിന്റെ ഒരു ക്യാമറ കമ്പാരിസൺ നമുക്ക് നോക്കാം. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ നമ്മുടെ ഈ ഒരു 17 Proന്റെ ഒരു കമ്പാരിസൺ വീഡിയോ. നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് നിങ്ങൾ കമന്റിൽ പറയുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. താങ്ക്